കിളിമാനൂരിൽ വയോധികൻ വാഹനമിടിച്ച് മരിച്ച സംഭവം അത് പാറശാല SHO ആയ അനിൽകുമാറിന്റെ വാഹനമാണ്. അയാൾ തന്നെയാണ് ഓടിച്ചത് എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ അത് മാതൃഭൂമി ന്യൂസിനും ലഭിച്ചിട്ടുണ്ട്. പാറശാല SHO അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമായിരുന്നു ഇടിച്ചത്. അപകടത്തിൽ കിളിമാനൂർ ചേനിക്കുഴി സ്വദേശിയായ രാജനാണ് മരിച്ചത്. അമൽ തേനമ്പറമ്പിലാണ് നമ്മളോടൊപ്പം കൂടുതൽ വിവരങ്ങൾ നൽകാനായിട്ട് ചേരുന്നത്. അമൽ, കൂടുതൽ ദൃശ്യങ്ങൾ മുന്നിലേക്ക് വരികയാണ്. അനിൽകുമാർ ആണ് വാഹനം ഓടിച്ചത് എന്നതിൽ സ്ഥിരീകരണം, അത് നമ്മളും ഉറപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. നടപടി ഉണ്ടാകുമോ ഉടൻ തന്നെ? ഒരു 59-കാരൻ്റെ മരണത്തിന് കാരണമായ അപകടമുണ്ടാക്കിയത് പാറശാല SHO അനിൽകുമാറാണ് എന്ന കാര്യത്തിന് സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. ആ വാഹനം ആ സമയത്ത് കടന്നു പോരുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. കിളിമാനൂരിൽ നിന്നും കടന്ന് തിരുവല്ലം ടോൾ പ്ലാസയിൽ എത്തുമ്പോൾ ആ വാഹനത്തിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. KL 24P 1734 എന്ന് പറയുന്ന നീല ആൾട്ടോ 800 കാറാണ് അതുവഴി കടന്നു പോകുന്നത്. ആ വാഹനത്തിൻ്റെ മുൻ സീറ്റിൽ, ഡ്രൈവിംഗ് സീറ്റിൽ അനിൽകുമാർ ഇരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കിളിമാനൂരിൽ നിന്നും പാറശാലയിലെ ഓഫീസിലേക്ക് വരികയായിരുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് വരികയായിരുന്നു അനിൽകുമാർ. ആ ഘട്ടത്തിലാണ് 4 മണിക്കും 6 മണിക്കും ഇടയിൽ അപകടമുണ്ടാകുന്നത്. മാത്രമല്ല, ഇതിൽ വളരെ നിർണായകമായ ഒരു വിവരം കൂടി പുറത്തു വരുന്നത്, അനിൽകുമാർ ഈ വാഹനം ഓടിച്ചു വന്നപ്പോൾ അറിയാതെ എന്തെങ്കിലും തരത്തിലൊരു അപകടം ഉണ്ടായതാണ് എന്നുള്ള തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. അനിൽകുമാർ ഈ അപകടം നടന്ന വിവരം കൃത്യമായി തന്നെ അറിഞ്ഞിട്ടുണ്ട്. ഈ അപകടം നടന്നതിന് ശേഷം അനിൽകുമാർ എത്തി ഈ വാഹനം അറ്റകുറ്റപ്പണികൾക്കായി, ഈ അപകടം നടന്നതിൻ്റെ പ്രശ്നങ്ങളെല്ലാം മറയ്ക്കാനായി അറ്റകുറ്റപ്പണികൾക്കായുള്ള നീക്കം കൂടി നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തെളിവ് നശിപ്പിക്കൽ എന്ന് പറഞ്ഞൊരു പ്രശ്നം കൂടി ഈ SHOയ്ക്കെതിരെ ഉയരുകയാണ്. ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൃത്യനിർവഹണം നടത്തിയില്ല എന്ന് മാത്രമല്ല, ഒരു മനുഷ്യൻ, ഒരു ജീവൻ വാഹനം ഇടിച്ച് കിടക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവന് സുരക്ഷിതത്വം ഏർപ്പെടുത്തേണ്ട, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ ജീവന് സുരക്ഷിതത്വം ഏർപ്പെടുത്തേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതും ഒരു CI റാങ്കിലുള്ള ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചുമതല വഹിക്കുന്ന SHO ആ ആളെ തിരിഞ്ഞു നോക്കാതെ ആശുപത്രിയിൽ എത്തിക്കാൻ കൂട്ടാക്കാതെ പോയി എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായ ഒരു കുറ്റം തന്നെയാണ്. തുടക്കം മുതലുള്ള സംശയവും അത് തന്നെയായിരുന്നു. ഇയാൾ ഈ വാഹനം നിർത്താതെ പോയതിലുള്ള ദുരൂഹത. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉദ്യോഗസ്ഥനാണ്, പേടിച്ചിട്ടാണ് വാഹനം നിർത്താതെ പോയത് എന്നൊന്നും നമുക്ക് ഒരു തരത്തിലും വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു ദുരൂഹതയുണ്ട്. മദ്യപിച്ചിട്ടോ മറ്റോ ആണോ വാഹനം ഓടിച്ചത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതായിട്ടുണ്ടല്ലേ? കാരണം ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ എന്തിനു വേണ്ടിയിട്ടാണ് വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയത്? അതുകൊണ്ടൊരു ജീവൻ കൂടി നഷ്ടമാകുന്നു എന്നുള്ള വലിയ ചോദ്യമുണ്ട്, ദുരൂഹതയുമുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് ഈ വാഹനം ഇടിച്ചിട്ട് എന്തുകൊണ്ട് നിർത്താതെ പോയി. അതും പുലർച്ചെ സമയമാണ്, 4 മണിക്കും 6 മണിക്കും ഇടയിലാണ് അപകടം നടന്നത് എന്നുള്ളതാണ് FIR-ൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് ആ വാഹനം നിർത്തിയില്ല എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ അപകടം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വരുത്തി തീർക്കാനായി ഈ വാഹനം അടിയന്തരമായി അറ്റകുറ്റപ്പണികൾക്കായി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ആ ഉദ്യോഗസ്ഥൻ മറ്റൊരു കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ബംഗളൂർക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഉദ്യോഗസ്ഥൻ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നത് സംബന്ധിച്ച കാര്യത്തിന് അത്തരത്തിലുള്ള സൂചനകളൊന്നും നിലവിലെന്തായാലും ലഭ്യമാകുന്നില്ല. ഈ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു ആരോപണം ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ്. നിലവിലെന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. നിലവിലുള്ള അന്വേഷണത്തിനും അപ്പുറത്തേക്ക് ആറ്റിങ്ങൽ DYSPക്ക് അന്വേഷണ ചുമതല നൽകിക്കൊണ്ടൊരു അന്വേഷണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥനെതിരെ ശക്തമായൊരു നടപടിയും ഉണ്ടാകും. ഒരു ജനകീയ രോക്ഷം ഉയരുന്നതിന് മുൻപ് തന്നെ ഉദ്യോഗസ്ഥരെതിരെ നടപടിയെടുക്കാനുള്ളൊരു നീക്കമാണിപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്.